ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചെറുകോൽപ്പുഴയാണ്. നമ്മളിപ്പോൾ ചെറുകോൽപ്പുഴ ജംഗ്ഷനിൽ നിന്നും പഞ്ചായത്തിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് ചെറുകോൽപ്പുഴയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ്. മനോഹരമായൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പഞ്ചായത്ത് ഓഫീസൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അയിരൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തി. കാണുന്നതാണ് സ്റ്റേഡിയം. അവിടെ കുറച്ച് യുവാക്കൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലത്തിനടുത്തേക്ക് നമ്മളെത്തി. ഈ കാണുന്നിടത്ത് നിന്ന് നമുക്ക് വലത്തേക്ക് തിരിഞ്ഞ് വേണം പോകാൻ. അങ്ങനെ നമ്മൾ വലതുവശത്തേക്കുള്ള റോഡിലേക്ക് കയറി. അങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പം ഇടത് സൈഡിലായിട്ട് നമുക്കൊരു പള്ളി കാണാം. വളരെ നല്ലൊരു പെയിൻ്റൊക്കെ ചെയ്ത് നല്ല പള്ളി. ആ പള്ളിയുടെ മുന്നിലായിട്ടൊരു യേശു നിൽക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് അയിരൂരിലാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അയിരൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു അക്വഡേറ്റ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലമാണത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് വരാം. ഈ കാണുന്ന ഇവിടെ നിന്നുമാണ് നമുക്ക് കനാലിന് മുകളിൽ കൂടി നടക്കാൻ സാധിക്കുന്നത്. ഈ കനാൽ എവിടെ നിന്നാണോ ആരംഭിക്കുന്നതെന്നോ എവിടെയാണോ അവസാനിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ടെന്ന് തോന്നുന്നു. രാവിലെയും വൈകിട്ടുമൊക്കെ നടക്കാനും മറ്റും ഇറങ്ങുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണിത്. ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാനും ഓടാനും ഒക്കെ സാധിക്കുന്നതാണ്. നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഇവിടെ ഒരു ആഞ്ഞിലി നിൽക്കുന്നത് കണ്ടു. അതിൽ നിറയെ ചക്കയാണ്. അത് പഴുത്തിട്ടുണ്ട്. കാക്കയൊക്കെ കൊത്തി തിന്നുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതിൻ്റെ മുകളിൽ നിന്ന് എവിടേക്ക് നോക്കിയാലും നിറയെ പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ. അതിരാവിലെ വരികയാണെങ്കിൽ നല്ല മഞ്ഞും തണുപ്പും നല്ലൊരു വൈബായിരിക്കും. വൈകുന്നേരം വരുന്നവർക്ക് അസ്തമയ സൂര്യനെയൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അക്വഡേറ്റിന് തൊട്ട് താഴെ കൂടെ ഒഴുകുന്ന തോടാണ് നമ്മൾ ഈ കാണുന്നത്. ഈ തോട് ഇങ്ങനെ പോയി ഒഴുകി ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇത് റോഡിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. ഈ റോഡെന്ന് പറയുന്നത് നമ്മൾ ചെറുകോൽപ്പുഴ ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡാണത്. നമ്മൾ അതുവഴിയാണ് വന്നത്. അങ്ങ് ദൂരെ മലമുകളിലേക്ക് നോക്കിയാൽ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇവിടെ ആണെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് ചെറിയ മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ആകാശമൊക്കെ കാണാൻ തന്നെ നല്ല പ്രത്യേക ഒരു ഭംഗി. നമ്മൾ നിൽക്കുന്നിടത്ത് 360 വ്യൂ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ ആകാശവും ഈ സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ കറുത്തിരുണ്ട ആകാശവും നമുക്ക് കാണാം. ഇടയ്ക്ക് നമുക്ക് സൂര്യനെയും ഇവിടെ ചെറിയൊരു കുളം കാണാം. അതിങ്ങനെ പോത്ത് കിടന്ന് കുഴിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ പച്ചപ്പുകൾക്കിടയിൽ കൂടിയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ നീർച്ചാലുകളും കാണാം. ഇവിടെ ധാരാളം പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള സമീപത്തുള്ള ആളുകളൊക്കെ പശുവിനെയും പോത്തിനെയും ഒക്കെ ഇവിടെയാണ് മേയാൻ കൊണ്ടുവിട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന കനാലിൻ്റെ ഏകദേശം പകുതിയോളം എത്തി. പക്ഷെ ഒരു രക്ഷയുമില്ലാത്ത വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമുക്കാണെങ്കിൽ ചെറിയൊരിത് കാണാം. ചെറിയൊരു കണ്ടത്തിൻ്റെ നടുക്ക് ഭാഗത്ത് കൂടെ വരുന്ന ചെറിയൊരു നീർച്ചാൽ. പക്ഷെ നല്ല വെള്ളമുണ്ട്. ഈ കാണുന്ന സ്പോട്ട് നമ്മുടെ കരിക്ക് വെബ് സീരീസിൻ്റെ ലൊക്കേഷനാണ്. അങ്ങനെ നമ്മൾ ഈ കരിക്ക് വെബ് സീരീസിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴോട്ട് നോക്കുമ്പോൾ 2 പേരവിടെ നിൽക്കുന്നത് കണ്ടത്. മറ്റൊന്നുള്ള 2 കീരി, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. കണ്ടിട്ടത് അമ്മയും കുഞ്ഞുമാണെന്നാണ് തോന്നുന്നത്. ഇനി താഴെ ഈ കണ്ടത്തിൻ്റെ സൈഡിലായിട്ടൊക്കെ ധാരാളം വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കുറേ പശുവൊക്കെ ഇവിടെ നിന്ന് പോച്ചയൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മൃഗങ്ങൾക്ക് ഇഷ്ടത്തിന് പുല്ല് കഴിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അങ്ങനെ ഇത് നമ്മുടെ റാന്നി ആ ഭാഗത്തേക്ക് പോകുന്ന ആ സൈഡാണ് ആ കാണുന്നത്.
ഇപ്പോൾ നമ്മൾ ഈ കനാലിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ വലിയൊരു ആഞ്ഞിലി മരം കണ്ടു. അങ്ങനെ ഇതിൽ നിറയെ ആഞ്ഞിലിച്ചക്കയാണ്. പക്ഷേങ്കിൽ നമുക്ക് കയ്യെത്തി പറിക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ പച്ചയാണ് ചക്ക. ഇത് നമുക്ക് കയ്യെത്തി പറിക്കാവുന്ന ഭാഗത്ത് ചക്കയാണ്, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. ഇവിടെ നിറയെ ആഞ്ഞിലിച്ചക്കയാണ്. ആഞ്ഞിലിച്ചക്ക പഴുത്ത് നല്ലതുപോലെ കിടക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ സൈഡിലായിട്ട് ജാതിമരം നിൽക്കുന്നുണ്ട്. പണ്ട് കുട്ടികൾക്ക് ഇതിൻ്റെ ചെറിയ കായ അരച്ച് കൊടുക്കുമായിരുന്നു, വയറ്റിലൊക്കെ അസുഖം ഉണ്ടാകാതിരിക്കും. അങ്ങനെ നമ്മൾ അക്വഡേറ്റിൻ്റെ മുകളിലൂടെ നടന്ന് ഏറ്റവും അവസാനം വരെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അക്വഡേറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളങ്ങനെ അവസാനം എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ചു പോകണം. ഇവിടെ അക്വഡേറ്റിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.